ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അരിപ്പൊടിയും മുത്താറിപ്പൊടിയും കൂടെയുള്ള ഒരു പുട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര പൊടി എടുക്കേണ്ടതെന്ന് നോക്കാം. കുറച്ച് അരിപ്പൊടി, അതുപോലെ കുറച്ച് മുത്താറിപ്പൊടി കേട്ടോ. എന്നിട്ട് അത് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ട് കുഴയ്ക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് നേരം അതോടെ വയ്ക്കണം. രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ട് കുഴയ്ക്കുക. നമ്മൾ പുട്ടിന് കുഴക്കുന്ന പോലെ തന്നെ കേട്ടോ. മുത്താറി നല്ല ഗുണമുള്ള സാധനമാണ് കേട്ടോ. അപ്പം നമ്മൾ കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം അവിടെ വെക്കണേ ഗൈസ്. അപ്പോൾ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പുട്ടുണ്ടാക്കാൻ നോക്കാം. അപ്പോൾ കുറ്റിയിൽ ചില്ലിട്ടിട്ട് ആദ്യം തേങ്ങ ഇടുക, പിന്നെ പൊടി നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ. ഇതിന് മുത്താറിപ്പൊടിക്ക് റാഗിപ്പൊടി എന്നും കൂടി പറയും കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, എങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നത്, മുത്താറിപ്പൊടിയാണോ റാഗിപ്പൊടിയാണോ എന്ന്. ഏറ്റവും ഗുണമുള്ള സാധനം കേട്ടോ. രക്തം വയ്ക്കാനും ക്ഷീണം മാറാനൊക്കെ ഒത്തിരി ഗുണമുള്ള സാധനമാണ് ഈ മുത്താറിപ്പൊടി. ഹലോ കൂട്ടുകാരെ, അപ്പോൾ പുട്ട് തയ്യാറായിട്ടുണ്ട് കേട്ടോ. പുട്ടും പപ്പടമാണെന്ന്. അപ്പം കുറച്ച് കൂടുതൽ തേങ്ങ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം എല്ലാവരും